നേരത്തെ ഷോൺ ജോർജ് ബി.ജെ.പി. നേതാവ് മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പേരിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന പേരിലാണ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നത് എന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത്. എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. എബി, ഷോണിന്റെ ആരോപണത്തിൽ ഗുരുതരമായ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് പണം പല വഴികളിലൂടെ വന്നു ചേർന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ? ആരോപണം കടുപ്പിക്കുകയാണ് ഷോൺ ജോർജ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. ഇതിൽ വിദേശത്ത് വീണ വിജയന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ നടന്നിരിക്കുന്നത് കോടികളുടെ ട്രാൻസാക്ഷൻ ആണ്. അവിടേക്ക് നിരവധി ആയിട്ടുള്ള തുകകൾ എത്തിയിട്ടുണ്ട്. അത് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സംഭവം, തുടർന്ന് മറ്റ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഏതെല്ലാം തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെയൊക്കെയും മാസപ്പടി രീതിയിലുള്ള പണമാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. അതിനുള്ള കമ്മീഷൻ പറ്റുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഷോൺ ജോർജ് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു അക്കൗണ്ട് വിദേശത്ത് ഉള്ളപ്പോൾ അത് കൃത്യമായ രീതിയിൽ അത് രാജ്യത്തുള്ള നിയമ സംവിധാനത്തിൽ അത് അറിയിക്കേണ്ടതാണ്. അവിടെ നിന്നുള്ള ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടേക്ക് അടയ്ക്കേണ്ടതാണ്. അത്തരത്തിൽ അടച്ചിട്ടില്ല എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പിഴവായി കാണുന്നു. ഒപ്പം തന്നെ ഇത് താൻ കൃത്യമായ രീതിയിലുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും അതിൽ മാനനഷ്ടത്തിന് കേസ് നൽകാവുന്നതാണ് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഷോൺ ജോർജ് എത്തുന്നത്. മുഖ്യമന്ത്രി ഇത്തരത്തിൽ വലിയൊരു കവർച്ചക്കാരൻ എന്നുള്ള നിലയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്കായിരുന്നു ഷോൺ ജോർജ് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത്. ഇത്തരത്തിലുള്ള വീണ്ടും ഇവിടെ തുടരണോ ഇല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്ത് തുടരണോ എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കരിമണൽ ഖനനം, ഒപ്പം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ തുടങ്ങിയ കാര്യങ്ങളിലും ഷോൺ ജോർജ് സംശയം ഉന്നയിക്കുന്നു. ഈ അക്കൗണ്ടിലേക്ക് വന്ന തുകയെക്കുറിച്ച് മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അവിടെ നിന്ന് പുറത്തേക്ക് പോയത് അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ നിന്ന് പണം എവിടേക്കൊക്കെയാണ് പോയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അത് പരിശോധിച്ചാൽ മനസ്സിലാകും. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അമേരിക്കയിലുള്ള കമ്പനികൾക്കും അല്ല അക്കൗണ്ടുകൾക്കുമാണ് ഈ അവിടെ നിന്നും, അതായത് UAE-യിലുള്ള ഈ അബുദാബിയിലുള്ള ഈ ഒരു ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും പണം കൈമാറ്റം നടത്തിയിരിക്കുന്നത്, ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് അത് അമേരിക്കയിലുള്ള ചില അക്കൗണ്ടുകളിലേക്കാണ് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് താൻ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല, മറിച്ച് തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ് ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ഇതിനകത്ത് വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു പരാതി അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് പരാതി മാത്രമാണ്, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ ഷോൺ ജോർജിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തെളിവുകൾ അത് അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. ഇത്തരത്തിലുള്ള പരാതി താൻ ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് തന്റെ അവിടെയുള്ള ഒരു വിശ്വസ്തനായിട്ടുള്ള സുഹൃത്ത് വഴിയാണ് ഇത്തരത്തിലുള്ളൊരു വിവരം തനിക്ക് ലഭിച്ചത്. അത് സത്യവുമാണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ടത് അന്വേഷണ ഏജൻസിയാണ്, അതിന്റെ രജിസ്ട്രി കണ്ടെത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഷോൺ ജോർജ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. എബി, അദ്ദേഹം ചില രേഖകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ രേഖകൾ കൈമാറും എന്നാണ് ഷോൺ പറയുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ രേഖകളോ തെളിവുകളോ എടുത്തു കാട്ടാനോ അതോ സ്ഥാപിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? തെളിവുകൾ അത്തരത്തിലൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചിരുന്നു ഷോണിനോട് തന്നെ. ഈ വാർത്താ സമ്മേളനത്തിൽ ഇടയ്ക്ക് തന്നെ നമ്മൾ ചോദിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്തരത്തിൽ ആരോപണം മാത്രമാണ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്, അതിൽ എന്തെങ്കിലും തരത്തിൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷോൺ പറഞ്ഞത് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ സാധാരണ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് അത്തരത്തിൽ തനിക്ക് എടുക്കാൻ കഴിയില്ല. നമ്മൾ സാധാരണ ഇവിടെ ഒരു SBI-യിലെ ചെന്നിട്ട് പോലും അക്കൗണ്ട് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കാൻ നമുക്കിവിടെ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ അബുദാബിയിലുള്ള ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയുക എന്നുള്ളൊരു മറുചോദ്യമാണ് അദ്ദേഹം നമ്മളോട് ചോദിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ തെളിവുകളും ഹാജരാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പരാതി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എത്രമാത്രം ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് കേസ് നാളെ വരാനിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ കോടതി എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും എടുക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ. എന്തായാലും ഗുരുതര ആരോപണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഈ വിഷയം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് അബുദാബിയിൽ ബാങ്ക് അക്കൗണ്ടുണ്ട്, ആ അക്കൗണ്ടിലേക്ക് പണം വന്നു പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ആരോപണമായി അദ്ദേഹം പുറത്തുവിടുന്നു.